നമസ്കാരം. ഇറാന്റെ രണ്ട് സുപ്രധാന നിർണായക തീരുമാനങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അതിലൊന്നാമത്തേത് മൊഹസിൻ റസായി ഇറാന്റെ പുതിയ സുരക്ഷാ മേധാവി ആയിരിക്കുന്നു എന്നതാണ്. എന്നാൽ അതിലേറെ പ്രധാനപ്പെട്ട മറ്റൊരു സംഭവം കൂടി ഇറാനിൽ നടന്നിരിക്കുന്നു. അതിനെക്കുറിച്ച് വഴിയെ പറയാം. എന്തായാലും ഇപ്പോൾ പശ്ചിമേഷ്യൻ യുദ്ധക്കളത്തിൽ നിന്നും പുറത്തു വരുന്നത് വെറും ഒരു വാർത്തയല്ല, മറിച്ച് ലോകത്തെമ്പാടുമുള്ള വൻ ശക്തികളെ പോലും നടുക്കുന്ന അതീവ നിർണായകമായ തന്ത്രപ്രധാന നീക്കത്തിന്റെ വിവരങ്ങളാണ്. അതെ, പശ്ചിമേഷ്യൻ കളിക്കളത്തിൽ ഇറാൻ തങ്ങളുടെ ഏറ്റവും വലിയ ഗെയിം ചേഞ്ചർ പുറത്തിറക്കി കഴിഞ്ഞിരിക്കുന്നു. രാജ്യത്തിന്റെ ഏറ്റവും ഉയർന്ന ആഭ്യന്തര ബാഹ്യ സുരക്ഷാ സമിതിയായ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന്റെ കടിഞ്ഞാൺ ഇനി ഇറാന്റെ ഒരു പഴയ യുദ്ധവീരന്റെ കൈകളിലാണ്. പശ്ചിമേഷ്യയിലെ അമേരിക്കൻ ഇസ്രയേൽ നീക്കങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാൻ കഴിവുള്ള ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ രാജ്യത്തെ നയിച്ച കമാൻഡർ ഇൻ ചീഫ് മൊഹസിൻ റസായി വന്നിരിക്കുകയാണ്. ഒരു വശത്ത് ഇറാന്റെ സാരഥി റസായിയുടെ ഈ വൻ തിരിച്ചുവരവ്, മറുവശത്തോ മാസങ്ങളായി പൊതുവേദികളിൽ കാണാത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പലവിധ ഊഹാപോഹങ്ങൾ പ്രചരിപ്പിച്ച ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള മുജ്തബ ഖമേനിയുമായി പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ നടത്തിയ അതീവ രഹസ്യവും അപൂർവവുമായ ഒരു കൂടിക്കാഴ്ച. എന്താണ് ഇറാനിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നത്? വരാനിരിക്കുന്നത് അമേരിക്കയെ മുട്ടുകുത്തിക്കാനുള്ള വൻ നയതന്ത്ര തന്ത്രമാണോ? കാര്യങ്ങളുടെ സത്യാവസ്ഥ വ്യക്തമായി മനസ്സിലാക്കാൻ ഈ വീഡിയോ അവസാന നിമിഷം വരെ പൂർണ്ണമായും കാണുക. കാര്യങ്ങളുടെ പശ്ചാത്തലം അത് നമുക്കൊന്ന് മനസ്സിലാക്കാം. 2026 ഫെബ്രുവരിയിൽ US-ഉം ഇസ്രയേലും ചേർന്ന് നടത്തിയ ആക്രമണങ്ങളെ തുടർന്ന് പശ്ചിമേഷ്യയിൽ ആളിപ്പടർന്ന യുദ്ധം ഇപ്പോഴും അയവില്ലാതെ തുടരുകയാണ്. ഇറാന്റെ സമ്പദ് വ്യവസ്ഥ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ വാഷിംഗ്ടണുമായി നടത്തിയ പ്രാഥമിക സമാധാന ചർച്ചകളെല്ലാം പൂർണ്ണമായി തകരുകയും ചെയ്തു. റിയാലിന്റെ മൂല്യത്തകർച്ച, എണ്ണ വ്യാപാരത്തിലെ തടസ്സങ്ങൾ, ഹോർമസ് കടലിടുക്കിലെ ഉപരോധങ്ങൾ, അങ്ങനെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് ഇറാൻ കടന്നു പോകുന്നത്. ഇതിനെല്ലാം പുറമെയാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള മുജ്തബ ഖമേനിയെ കുറിച്ച് പരന്ന അഭ്യൂഹങ്ങൾ. യുദ്ധത്തിന്റെ തുടക്കത്തിൽ തന്നെ ചുമതലയേറ്റ ശേഷം അദ്ദേഹത്തെ പൊതുവേദികളിൽ ആരും കണ്ടിട്ടില്ല. ഖമേനിയുടെ ആരോഗ്യനില വഷളായെന്നും അദ്ദേഹം കൊല്ലപ്പെട്ടെന്നും വരെ ശത്രു രാജ്യങ്ങൾ വലിയ രീതിയിൽ പ്രചരിപ്പിച്ചു. എന്നാൽ അവിടെയാണ് ഇറാൻ പ്ലാൻ മാറ്റിപ്പിടിച്ചത്. പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ മുജ്തബ ഖമേനിയുമായി മണിക്കൂറുകൾ നീണ്ട വിശദമായ ഒരു കൂടിക്കാഴ്ച നടത്തി എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വിവിധ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ ശക്തിപ്പെടുത്തുന്നതിനും സൈനിക രംഗത്ത് ഭാവി തന്ത്രങ്ങൾ മെനയുന്നതിനുമായിരുന്നു ഈ കൂടിക്കാഴ്ച വഴിയൊരുക്കിയത്. ഖമേനി പൂർണ്ണ ആരോഗ്യവാനാണെന്നും അദ്ദേഹത്തിന്റെ ദൃശ്യങ്ങൾ ഉടൻ തന്നെ പുറത്തുവിടുമെന്നും വിപ്ലവ ഗാർഡ് വ്യക്തമാക്കി കഴിഞ്ഞു. ശത്രുക്കളുടെ വ്യാജ പ്രചരണങ്ങളെ മുനയൊടിക്കാൻ ഇറാൻ കണ്ടെത്തിയ കൃത്യമായ സമവായമായിരുന്നു ഇത്. സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി ആയിരുന്ന മുഹമ്മദ് ബാഗർ സൊൽഖാദർ പെട്ടെന്ന് രാജിവെക്കുന്നു. തൊട്ടു പിന്നാലെ 71-കാരനായ മൊഹസിൻ റസായിയെ ഇറാന്റെ പുതിയ സുരക്ഷാ മേധാവിയായി പ്രസിഡന്റ് നിയമിക്കുന്നു. അത് മാത്രമല്ല, ഖമേനിയുടെ കൗൺസിലിലെ നേരിട്ടുള്ള പ്രതിനിധിയായും റസായി നിയമിക്കപ്പെട്ടു. ആരാണ് ഈ മൊഹസിൻ റസായി എന്ന് പലർക്കും സംശയമുണ്ടാകാം. റസായി വെറും ഒരു രാഷ്ട്രീയക്കാരനല്ല. 1981 മുതൽ 97 വരെ, അതായത് നീണ്ട 8 വർഷത്തെ ഇറാൻ ഇറാഖ് യുദ്ധ കാലയളവിൽ മുഴുവൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ കമാൻഡർ ഇൻ ചീഫായി സേവനമനുഷ്ഠിച്ച അനുഭവ സമ്പത്തുള്ള കടുത്ത പ്രതിരോധ തന്ത്രജ്ഞനാണ് അദ്ദേഹം. അമേരിക്കയ്ക്കും ഇസ്രയേലിനും വ്യക്തമായ ഒരു സന്ദേശം നൽകാനാണ് ഇറാൻ ഈ ഒരു സുപ്രധാനമായ തന്ത്രപ്രധാനമായ നീക്കം നടത്തിയത്. കഴിഞ്ഞ ജൂലൈ മാസത്തിൽ റസായി പറഞ്ഞ ഒരു വാചകമുണ്ട്: ലോകത്തിന്റെ എണ്ണ വ്യാപാരത്തിന്റെ ജീവനാഡിയായ ഹോർമസ് കടലിടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണം ഇറാന്റെ കൈകളിൽ ഭദ്രമായിരിക്കുമെന്നത്. അത് ഡസൻ കണക്കിന് അറ്റോമിക് ബോംബുകൾ കൈവശം വെക്കുന്നതിനേക്കാൾ പ്രധാനമാണ് എന്ന് ആലോചിച്ചു നോക്കൂ. ഇത്രയും കർക്കശക്കാരനായ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ഒരു തരത്തിലും വഴങ്ങാത്ത ഒരു കമാൻഡറെ രാജ്യത്തിന്റെ ഏറ്റവും ഉയർന്ന സുരക്ഷാ കൗൺസിലിന്റെ തലപ്പത്ത് പ്രതിഷ്ഠിക്കുമ്പോൾ ഇറാൻ ലക്ഷ്യമിടുന്നത് എന്തായിരിക്കും? നിലവിൽ ഒമാൻ വഴിയുള്ള കപ്പൽ ഗതാഗത ചർച്ചകൾ സജീവമാണെങ്കിലും അമേരിക്കൻ ലംഘനങ്ങൾ തുടരുന്നിടത്തോളം നേരിട്ടുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്കും തങ്ങൾ തയ്യാറല്ലെന്ന് ഇറാന്റെ പുതിയ നേതൃത്വം ഉറപ്പിച്ചു പറയുന്നു. അമേരിക്ക സാമ്പത്തിക ഉപരോധങ്ങൾ കൊണ്ട് ഇറാന്റെ ശ്വാസം മുട്ടിക്കാൻ നോക്കുമ്പോൾ ആഗോള എണ്ണ വിപണിയുടെ താക്കോൽ കയ്യിലെടുത്ത് തിരിച്ചടിക്കാൻ തങ്ങൾക്ക് സാധിക്കുമെന്ന ആത്മവിശ്വാസമാണ് റസായിയുടെ ഈ നിയമനത്തിലൂടെ ഇറാൻ ലോകത്തിന് മുന്നിൽ കാണിക്കുന്നത്. തീർച്ചയായും മൊഹസിൻ റസായിയുടെ ഈ വരവ് പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ വലിയൊരു ചലനമാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. ഒരു വശത്ത് അമേരിക്ക ലോക്കി നയതന്ത്ര സമീപനത്തിലൂടെ കളിക്കളത്തിൽ തങ്ങളുടെ സാന്നിധ്യം നിലനിർത്താൻ ശ്രമിക്കുമ്പോൾ, മറുവശത്ത് ഇറാന്റെ പരമോന്നത നേതാവും പ്രസിഡന്റും സൈനിക തലവന്മാരും ഒരേ മനസ്സോടെ തങ്ങളുടെ ആഭ്യന്തര ബാഹ്യ പ്രതിരോധങ്ങൾ കൂടുതൽ ശക്തമാക്കുകയാണ്. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും നീക്കങ്ങളെ പരാജയപ്പെടുത്തി ഇറാന് ഈ ആഗോള പ്രതിസന്ധിയെ മറികടക്കാൻ സാധിക്കുമോ? റസായിയുടെ നേതൃത്വത്തിൽ ഇറാൻ ഏറ്റെടുക്കാൻ പോകുന്ന അടുത്ത തീരുമാനം എന്തായിരിക്കും?
നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞങ്ങളുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുമല്ലോ. അടുത്ത ഒരു പ്രധാന വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.